ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷമായിട്ടും ഗുണഭോക്താക്കൾക്ക് കൈമാറാനാകാതെ കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ച തുരുത്തി ഫ്ളാറ്റ് സമുച്ചയം. ഗുണഭോക്താക്കളുടെ പോലീസ് പരിശോധന കൂടി വേണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം മൂലം ഫ്ളാറ്റുകളുടെ കൈമാറ്റം അനിശ്ചിതമായി വൈകുന്ന സ്ഥിതിയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥാപനങ്ങൾ സമീപത്ത് പ്രവർത്തിക്കുന്നതിനാലാണ് പോലീസ് പരിശോധനയ്ക്ക് കാരണമായി പറയുന്നത്. സെപ്റ്റംബർ 27 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തുരുത്തിയിലെ 2 ഫ്ളാറ്റുകൾ ഉദ്ഘാടനം ചെയ്തത്. ഭൂരഹിതരും ഭവനരഹിതരുമായ 398 കുടുംബങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും പല കാരണങ്ങൾ പറഞ്ഞ് ഫ്ളാറ്റുകളുടെ കൈമാറ്റം നീണ്ടു. അതിനിടെയാണ് മുഴുവൻ ഗുണഭോക്താക്കൾക്കും പോലീസ് പരിശോധന ആവശ്യമാണെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം വന്നത്. പോലീസ് പരിശോധന നടത്തിയേ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാനാവൂ എന്നതാണ് പുതിയ നിബന്ധന. കേന്ദ്രത്തിൽ നിന്ന് വന്ന റിപ്പോർട്ട് IBയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ തുരുത്തി ഫ്ലാറ്റ് അലോട്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് പോലീസ് ക്ലിയറൻസിന് ശേഷം മാത്രമേ അവിടെ താമസിക്കാനായിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. കളക്ടറുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വർഷം വൈകിയ ഫ്ളാറ്റ് കൈമാറ്റം വീണ്ടും വൈകിപ്പിക്കുന്നതാണ് പുതിയ സാഹചര്യം. പോലീസ് പരിശോധനയുടെ വേഗത അനുസരിച്ചായിരിക്കും ഫ്ളാറ്റ് കൈമാറ്റം. 217 കുടുംബങ്ങളുടെ വിവരങ്ങളാണ് ഇതിനകം പോലീസ് പരിശോധനയ്ക്കായി കോർപ്പറേഷൻ കൈമാറിയത്. 217 പേരുടെ ലിസ്റ്റാണ് അയച്ചിരിക്കുന്നത്. 398 പേരുടെ പ്രൊജക്റ്റ് ലിസ്റ്റാണ് അതിലുള്ളത്. അത് 398 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. വന്നിരിക്കുന്ന 217 പേരുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. നിർമ്മാണം കഴിഞ്ഞെന്ന വ്യാജേന തിടുക്കത്തിൽ ഉദ്ഘാടനം നടത്തി രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിച്ചെന്ന ആക്ഷേപം കോർപ്പറേഷനിലെ LDF ഭരണസമിതിക്കും LDF സർക്കാരിനുമെതിരെ അന്ന് ഉയർന്നിരുന്നു. മീഡിയ 1 കൊച്ചി.